ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. ഓവൻ ഇല്ലാതെയും നമുക്കിത് തയ്യാറാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഈ ബൗളിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു നുള്ളു അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൂടുതലായിട്ട് നമ്മളിത് ബീറ്റ് ചെയ്യണ്ട, കുറച്ച് സമയമൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മുട്ടയുടെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാനിലേക്കൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കണം. 4 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബ്രെഡിനെ 2 പീസായിട്ട് മുറിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 പീസ് ബ്രെഡ് ഇതുപോലെ മുറിച്ചതിന് ശേഷം വെച്ച് കൊടുത്തു. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് പച്ച കളറിലുള്ള ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി അരിഞ്ഞത് കുറച്ച് ഭാഗം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മഞ്ഞ കളറിലുള്ള ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചുവപ്പ് കളറിലുള്ള ക്യാപ്സിക്കവും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ചീസ് വെച്ച് കൊടുക്കാം. 3 സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മല്ലിയില കുറച്ച് ഭാഗം ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തക്കാളി വെച്ച് കൊടുക്കാം. 3 സ്ലൈസ് തക്കാളി ചീസിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് തീ കത്തിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും. അതിനുശേഷം പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ചീസെല്ലാം അലിയുന്നതായിട്ട് കാണാം. ഈ സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചീസെല്ലാം ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഈ ബ്രെഡ് പിസ്സ ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. നമുക്ക് ഈ ബ്രെഡ് കൊണ്ടുള്ള പിസ്സ ചായ സമയത്തോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടോ കഴിക്കാം. നല്ല രുചിയാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.